Hallo, guten Morgen. Hallo, guten Morgen. Ja, guten Morgen. Wie geht's? Sehr gut. Und du? Ja, ich bin gut, danke. Okay, so yeah, let's start. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? Is that negation, right? Yes. Okay. So നമ്മൾ negation ആണ് അല്ലെ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ വർക്ക്സ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ വിത്ത് negation? Yes, ma'am. ഓക്കെ. സോ ഇനി ഞാൻ അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നാല് നിങ്ങള് അതായത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. അഡ്ജക്റ്റീവിന്റെ കൂടെ അഡ്ജക്റ്റീവിനെ നെഗേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കൈന് യൂസ് ചെയ്യോ നിഷ്ട് യൂസ് ചെയ്യോ? Do you use kind or the nicht? ഓക്കെ. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഗൈസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോ ഷീബ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷീബ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു. ദ വെദർ ഇസ് നോട്ട് ഗുഡ്, ദ വെദർ ഇസ് നോട്ട് ഗുഡ്. ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാല് നോട്ട് ഗുഡ്, ആ ഗുഡിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈമില് ഗുഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. സോ നിങ്ങൾ കൈന് കൊടുക്കുവോ നിഷ്ട് കൊടുക്കുവോ ഇവിടെ? ഓക്കെ. സോ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു കൺഫ്യൂഷൻ വന്നില്ല അല്ലെ? സോ ഇങ്ങനെ ഒരു അഡ്ജക്റ്റീവിന് ലൈക്ക് ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ നോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിഷ്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ദ വെദർ ഇസ് നോട്ട് ഗുഡ് എന്നുള്ള സെന്റൻസ് ആയിരുന്നു. സോ ദ വെദർ ഇസ് നിഷ് ഗുഡ്, ദ വെദർ ഇസ് നിഷ്ട് ഗുഡ് എന്നായിരിക്കും വരിക. അതായത് നമ്മൾ നിഷ്ടാണ് ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിഷ്ട് കൈൻഡ് നിഷ് നെഗേഷൻസ് എഴുതിയ ആ ഒരു നോട്ടില് അഡ്ജക്റ്റീവ് വിത്ത് അഡ്ജക്റ്റീവ് വി യൂസ് നിഷ്ട് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഫോർ നൗണിനെ നെഗേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്തത്? It's kind or kine. Kind Yes. or kind. Yes, perfect. And what about verb? How to negate verb? Nicht. Nicht. Yes, nicht. Nicht And ഒരു after the verb. adjective. നെക്സ്റ്റ് അഡ്ജക്റ്റീവ് ആവുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ നിഷ്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും അത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഇപ്പൊ ഷീബ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഇങ്ങനെ ഒരു സെന്റൻസ് വന്നാൽ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത്. സോ ഇത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. സോ മാക്സിമം എന്ത് ചെയ്യുക? സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട്സ് വേണം. നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ മാത്രമേ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ മാക്സിമം ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ ഗൈസ്? സോ അപ്പോ നെഗേഷൻ എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലെ? നൗൺസ് വെർബ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നെഗേറ്റ് ചെയ്യത്തില്ലേ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് റിവിഷൻ, നമ്മൾ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടെ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാ ടോപ്പിക്സും നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് തോന്നുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ റിവിഷൻ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു ഡിസ്കഷൻ കൊടുക്കാം. ഓക്കെ. സോ ഗൈസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇംപറേറ്റീവ് എന്നുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് നമുക്ക് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ പഠിച്ചു. അതായത് യാ നൈൻ ഫ്രാഗെ, വേ ഫ്രാഗെ, അങ്ങനെ അതുപോലെ ഒരു സെന്റൻസ്, ഒരു പ്രസന്റിൽ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നോട്ട് എന്നൊക്കെ അതിന്റെ കൂടെ വരുന്ന ടൈമിൽ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളത് അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇംപറാറ്റീവ് എന്നുള്ള ടോപ്പിക് ആണ്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഹിയർ ഈ ഒരു സ്ക്രീനിൽ നോക്കുക നിങ്ങൾ. ഇംപറാറ്റീവ്. A sentence with imperative gives advice or instructions or expresses a command or a request. Okay, I repeat.
A sentence with imperative gives advice or instructions or expresses a command or a request. അതായത് ഒരു ഇമ്പറാറ്റീവ് എന്നുള്ളത് നമ്മൾ മെയിൻലി ഇപ്പം നിങ്ങൾ അഡ്വൈസ്, ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് സ്മോക്കിംഗ് ഓർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുന്ന ടൈമിൽ അത് ഇമ്പറാറ്റീവിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ജർമ്മനിൽ. ഓർ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ്, ഇപ്പം ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിലൊക്കെ പോയിട്ട് അതായത് വഴി അറിയാണ്ട് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യും, ലൈക്ക് ഗോ റൈറ്റ് ദെൻ ലെഫ്റ്റ് ദെൻ സ്ട്രൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും. സോ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നമ്മൾ അതും ഇമ്പറാറ്റീവിലാണ് എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ഇപ്പം ഒരു കമാൻഡ് നിങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ക്ലോസ് ദ ഡോർ, ഇതൊരു കമാൻഡ് ആണ്, ക്ലോസ് ദ ഡോർ. സോ ഇതെല്ലാം വരുന്ന ടൈമിൽ, കമാൻഡ് വരുന്ന ടൈമിലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അത് ഇമ്പറാറ്റീവിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് എ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് നിങ്ങൾ ചെയ്യാണ്. ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ നോക്കുക, പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, ഇതൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ റിക്വസ്റ്റ്, കമാൻഡ്, ഇൻസ്ട്രക്ഷൻസ്, അഡ്വൈസ് ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഇമ്പറാറ്റീവിലാണ് കേട്ടോ ജർമ്മനിൽ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ഇമ്പറാറ്റീവ് വരുന്ന ടൈമിൽ അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക ജർമ്മനിൽ, എവിടെയെല്ലാമാണ് പൊസിഷൻസ്, സബ്ജക്ട് എവിടെ വരും, വേർബ് എവിടെ വരും, ഇതെല്ലാം ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. Okay, so here in imperative we begin sentences with a verb in first position and the subject in the second position. Imperative വെച്ച് നമ്മൾ സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ എന്ത് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നോക്കിയേ, വിത്ത് എ വേർബ് ഇൻ ഫസ്റ്റ് പൊസിഷൻ, നമ്മൾ വേർബ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വിത്ത് എ വേർബ് ഇൻ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ദ സബ്ജക്ട് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. സോ വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, സബ്ജക്റ്റ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സബ്ജക്റ്റിന് സെക്കൻഡ് പൊസിഷനിലാണ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കിയേ നിങ്ങൾ, പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, ഇത് റിക്വസ്റ്റ് ആണ് അല്ലെ? സോ ഇത് ചോദിച്ചിരിക്കുന്ന നോക്കിയേ, പ്ലീസ് ഹാവ് സം പേഷ്യൻസ്, ഇതില് വെർബ് ഏതാ? പ്ലീസ് ആണോ, ഹാവ് ആണോ, സം ആണോ, പേഷ്യൻസ് ആണോ? Yes, have. Have of Deutsch. Was ist das auf Deutsch? The verb have. നമ്മൾ ഹെൽപ്പിംഗ് വെർബ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എന്താ ജർമ്മനിൽ ഹാവ് എങ്ങനെയാ? haben. Yes. Very good, very good. Haben, haben. So നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു എന്തിനെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കുക? Verb. വെർബിനെയാണ്. സോ ഹാബനെയാണ് അല്ലെ? സോ ഹാബൻ, ഹിയർ ഹാബൻ. Then we add z. Z എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ഫോർമൽ യു ആണ് കേട്ടോ. ഇവിടെ നമ്മൾ z എന്നുള്ള യു വെച്ചാണ് ഇവിടെ നമ്മൾ ഇമ്പറാറ്റീവ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഹാബൻ z bitte geduld, ഹാബൻ z bitte geduld. അപ്പം സം എന്നുള്ളത് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എറ്റ്വസ് നുർ എന്നുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ സം ട്രാൻസ്ലേഷനിൽ ആഡ് ചെയ്തിട്ടില്ല. സോ ഹാബൻ z bitte geduld, ഹാബൻ z bitte geduld. geduld എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, പേഷ്യൻസിന് നമ്മൾ geduld എന്നാണ് പറയുക. സോ ഇതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് നോക്കി. ഓക്കെ, ഇതിപ്പോ സം പേഷ്യൻസ് ആവുന്ന ടൈമിൽ ഹാബൻ z bitte etwas geduld, etwas geduld എന്നാവും. പക്ഷെ ഇവിടെ നമ്മൾ പ്ലീസ് ഹാവ് പേഷ്യൻസ് എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ വെർബ്, സെക്കൻഡ് പൊസിഷൻ വി ആഡ് ദ സബ്ജക്ട്, ദെൻ പ്ലീസ് എന്നുള്ള bitte, then geduld, പേഷ്യൻസ്. സോ ഹാബൻ z bitte geduld. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ നിങ്ങൾ, ഡ്രിങ്ക് മോർ വാട്ടർ. Let's drink more water. ഇതൊരു അഡ്വൈസ് ആണ്, ഒരാളെടുത്ത് പറയാന്ന് ഡ്രിങ്ക് മോർ വാട്ടർ. ഓക്കെ, സോ ഹിയർ ഇതിൽ നമ്മൾ എന്തിനാ ഫസ്റ്റ്ലി യൂസ് ചെയ്യുക? നമ്മൾ വേർബിനെയാണ്. ടു ഡ്രിങ്ക് എന്നുള്ള യെസ് ട്രിങ്കൻ വേർബ്. സോ ട്രിങ്കൻ, then we added the subject, that is z. Trinken Sie mehr Wasser, trinken Sie mehr Wasser, drink more water. Okay. Okay. Okay.
Next. Wait. Okay, guys. ഇതിൽ നിങ്ങൾ ക്ലോസ് ദ ഡോർ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ജർമ്മനിൽ നിങ്ങൾക്ക് ഡിക്ടോഡ് സി സി വെച്ച് മീനിങ് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്, ലെറ്റ് മീ റൈറ്റ് ഇൻ ദ ചാറ്റ്. ഫോർ ഡോർ ഇറ്റ്സ് ട്യൂർ. ഡോർ എന്നുള്ളതിന് ട്യൂർ എന്ന് കൊടുക്കുക. ഉംലൗ ഉണ്ട് കേട്ടോ, ഇവിടെ ഉംലൗ കൊടുക്കുക കേട്ടോ. ദെൻ ഫോർ ടു ക്ലോസ് ഇറ്റ്സ് ഷ്ലൈസൻ. ഷ്ലൈസൻ ഗൈസ് ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ എസറ്റും ഉംലവും എല്ലാം വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. Shiba, is there any problem to join? Yes, ma'am. Sometimes net. Okay. Network is not stable, right? ഇപ്പൊ okay ആണോ? Yes. Yeah, it's okay. Guys, to close, it's Schleisen. Schleisen. നിങ്ങളുടെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിറ്റ്യൂർ. ഡി ആവുന്ന ടൈമിൽ ട്യൂറിന്റെ ജെൻഡർ എന്തായിരിക്കും? Feminine. Yes, feminine. Done. Detour. Yeah. Please try. Close the door. Was es auf Deutsch? Schließen is to close and Tür is door. Complete the sentence. Ex-President Imperator. Schleiben detour. Yes. Schließen Sie die Tür. Right. Schließen Sie die Tür. Okay. Yeah. What about others? Yeah, Liji, Akshay, Jia, Srilata, Shipa. Is that same for everyone? Yes. Yes. License door. Okay, very good. So next ഒന്ന് ചെയ്തു നോക്കിയേ. Drive carefully. Carefully എന്നുള്ളതിന്റെ vocabulary ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ഫോർസിസ്റ്റിഷ് എന്നും പറയാം, അതുപോലെ സോർട്ട്ഫാൽറ്റിഷ് എന്നും പറയാം. ഇത് നിങ്ങൾ ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് സോർട്ട്ഫാൽറ്റിഷ് കിട്ടുന്നുണ്ടാവും, ഓർ ഫോർസിസ്റ്റിഷ്. ഏതാണോ വരുന്നത് അത് ചെയ്യാം. അതായത് ഇപ്പോൾ dic.cc നോക്കുന്ന ടൈമിൽ വേർബ് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഏതാണോ ഫസ്റ്റിൽ വരുന്നത് അത് ചെയ്യാം. ഇനിയിപ്പോ അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും വേർബ്സ് മീനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ കെയർഫുള്ളി എന്നുള്ളതിന് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും വെക്കാബുലറി ജേർമനിൽ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയിൽ വരുന്നത് യൂസ് ചെയ്യും. ആൻഡ് ഡിക്ഷണറിയിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വേർഡ് പഠിച്ചു. സോ ഇത് പഠിക്കുക കേട്ടോ. ഇത് ഇനിയും ഡിക്ഷണറിയിൽ നോക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് വരരുത്. ബിക്കോസ് ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം വെക്കാബുലറീസ് ഡെവലപ്പ് ചെയ്യുന്നത്.
Yes, have you done? Parent C. Parent C. Possessive. Yes, it's The Vorsichtig. Vorsichtig. Tisch. Vorsichtig. Tisch. Vorsichtig. Tisch. നമ്മൾ ദ്രൈസിഷ്, Possessive. ഫിയർസിഷ്, ഫിൻസിഷ് എല്ലാം Possessive. പഠിച്ചിട്ടില്ലേ? അതിലെല്ലാം എൻഡിങ് ആ ഒരു IG വരുന്ന ടൈമിൽ നമ്മൾ Okay. ദ്രൈസിഷ്, ഫിയർസിഷ്, ഫിൻസിഷ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ ഈ ഒരു സെയിം പ്രൊനൗൺസിയേഷൻ ആണ് കേട്ടോ Yes. ഇവിടെ വരുന്ന ഫോർസിസ്റ്റിഷ്. ഓക്കെ Possessive. ഓക്കെ Okay. Vorsichtig. ഓക്കെ ഗൈസ്, സോ ഇത്രയാണ് നമ്മുടെ Z ഫോമില്. അതായത് നിങ്ങൾ ആ ഒരു Z സബ്ജക്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇമ്പറാറ്റീവ് ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഡു ഫോം, ഡു ഫോമിൽ വരുന്ന ടൈമിൽ എങ്ങനെയാണ് യു എന്നുള്ളത് നമ്മൾ Z ഫോമിൽ മാത്രമല്ല, നമ്മളിപ്പോൾ അഡ്വൈസ്, കമാൻഡ്, റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഡു ഫോമിലും അത് നമുക്ക് ഇൻഫോർമൽ ആയിട്ടും നമ്മൾ പറയും. സോ ഇൻഫോർമൽ ആയിട്ട് പറയുന്ന ടൈമിൽ എങ്ങനെയാണ് ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ജസ്റ്റ് എ സെക്കൻഡ്. Okay. Let me share the screen. Okay, guys, is the screen visible? Yes, ma'am. Yes. Yes. Okay. സോ ഇനി നോക്കുക, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഡു ഫോമിൽ, ഡൂയിൽ വരുന്ന ടൈമിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ഇംപെരാറ്റീവ് ബെനൂട്സ് മാൻഫ്യൂർ ഡു. ഇവിടെ ബെനൂട്സ് മീൻസ് യൂസ് ആണ് കേട്ടോ, ടു യൂസ്. നമ്മൾ ഡൂയിൽ യൂസ് ചെയ്യുന്ന ഇംപെരാറ്റീവ്. സോ ഇവിടെ സി ഉണ്ട്, സി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ സി നമുക്ക് വേണ്ട. ആൻഡ് ഡു ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡു മീൻസ് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഓക്കെ. സോ നിങ്ങൾ എങ്ങനെയാ ഡൂവിനെ കോൺജുഗേറ്റ് ചെയ്യാൻ പഠിച്ചത്? ഇപ്പം കൊമൻ എന്നുള്ള ഒരു വേർബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ അത് ഡൂവോട് കോൺജുഗേറ്റ് ചെയ്യും? ഏത് ലെറ്റർ എൻഡിങ്ങിൽ നിങ്ങൾ കൊടുക്കുക? ST. Yes. യെസ് ഗൈസ്, ST കൊടുക്കും അല്ലെ നമ്മള്. പക്ഷെ ഇംപെറാറ്റീവ് ഡു വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ആ ഒരു ST അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ഗേബൻ എന്നുള്ള വേർബ്, ഗേബൻ മീൻസ് അറിയാം നിങ്ങൾക്ക്, ടു ഗിവ്. ഓക്കെ. സോ ഗെബൻ എന്നുള്ള വേർബ് നമുക്കറിയാം ഗിബ്സ്റ്റ് ആവും കോൺജുഗേറ്റ് ചെയ്യുന്ന ടൈമിൽ. അതിന്റെ ST അങ്ങോട്ട് കട്ട് ചെയ്യാം, എന്നാൽ ഗിബ് ആവും. ഓക്കെ. ദെൻ കോമൻ വേർബ് കോൺജുഗേറ്റ് ചെയ്തതാണ് ഇവിടെ, കൊംസ്റ്റായി. അതിൽ ST അങ്ങോട്ട് കട്ട് ചെയ്തു, കൊമ്മായി. ദെൻ ഹിയർ ലേണൻ, ദ വേർബ് ലേണൻ. ഓക്കെ, ഇറ്റ്സ് കോൺജുഗേറ്റഡ് ആസ് ലേൺസ്. ഓക്കെ, അതിലെ ST നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തു, സോ ഇറ്റ്സ് ലേൺ. ദെൻ ഫാരൻ മീൻസ് ടു ഡ്രൈവ്. സോ ഫാരൻ നമ്മൾക്ക് അറിയാം ഡൂല് കോൺജുഗേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫാസ്റ്റ് ആവും. ആൻഡ് ഹിയർ നമ്മൾ ST കട്ട് ചെയ്യുന്നു, സോ ഫാർ ആവും. ഓക്കെ. സോ ഗെബൻ എന്നുള്ളത് ഗിബ്സ്റ്റ് ആയിട്ട് അത് നമ്മൾ ഗിബ് ആക്കണം. ഓക്കെ, ദൂയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദൂയിലെ കോൺജുഗേഷനിൽ ST കട്ട് ചെയ്യുക. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നോക്കിയേ, here while making it imperative we remove do and ST. ഓക്കെ, ഇതിൽ നമ്മൾ ST മാത്രം റിമൂവ് ചെയ്താൽ പോരാ. ഇത് നോക്കിയേ നിങ്ങൾ, നമ്മുടെ ദു എന്നുള്ള സബ്ജക്ട്, ഇപ്പം Z നമ്മൾ മുൻപ് പഠിച്ച ഇംപെറാറ്റീവില് നമ്മൾ Z എന്നുള്ള ആ ഒരു സബ്ജക്ട് നമ്മൾ Z ഫോമിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ Z എന്നുള്ള സബ്ജക്റ്റിന് സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഇവിടെ ദു എന്നുള്ള സബ്ജക്റ്റിന് നമ്മൾ ഇവിടെ കൊടുക്കില്ല. ഇവിടെ നോക്കിയേ, ബൈഷ്പിയിൽ നോക്കുക, ഗെഹൻ സി ബിറ്റ് നാക് ഹൗസ്. ഗെഹൻ സി ബിറ്റ് നാക് ഹൗസ് എന്നുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് എന്തായിരിക്കും മീനിങ്? ഗെഹൻ സി ബിറ്റ് നാക് ഹൗസ്. വീട്ടിലേക്ക് വരാം, പോകുക. Go Please home എന്നാട്ടോ. വീട്ടിലേക്ക് പോകാം. യെസ്, പ്ലീസ് ഗോ ഹോം. പ്ലീസ് ഗോ ടു ഹോം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. നാക് ഹൗസ് മീൻസ് ടു ഹോം. ഹോം ഓർ ഹൗസ്, നമ്മൾ വീട് എന്നുള്ളതിന് നമ്മൾ ഹൗസ് എന്നാട്ടോ പറയാ. സോ ഗെഹൻ സി ബിറ്റ് നാക് ഹൗസ്, അതായത് പ്ലീസ് ഗോ ഹോം എന്നുള്ള ഒരു ഇംപെറാറ്റീവ് സെന്റൻസ് ആണിത്. ഇത് ഫസ്റ്റ് വൺ എന്നുള്ളത് Z ഫോമിലാണ്. സെക്കൻഡ് അത് ദു ഫോമിലായത് നോക്കിയേ നിങ്ങൾ, ഗെ ബിറ്റ് നാക് ഹൗസ്.
Geh bitte nach Hause. Okay. Gehen Sie bitte nach Hause. Geh bitte nach Hause. ഇനി ഇവിടെ നോക്കിയേ, singen Sie etwas. Singen Sie etwas. Sing something എന്നുള്ളതാണ് ഇവിടെ മീനിങ് വരുന്നത്. ഇതൊന്ന് ഡു ഫോമിൽ പറഞ്ഞു നോക്കിയേ നിങ്ങൾ. Singen Sie etwas. Singen. Sing. Sing. Yes. Sing. Sing. See. Network. Okay. ഡു ഫോമിൽ വരുന്ന ടൈമിൽ please repeat. Sing. Sing. See. See it was. Sing. നമുക്ക് അവിടെ Z നമുക്ക് വേണോ? Sing it was. Yes. വേണ്ട. Sing it. It's Sing it zing was. it was. Zing It it was. നമുക്ക് എന്തുകൊണ്ടാ ഇവിടെ Z നമ്മൾ എന്തുകൊണ്ടാ യൂസ് ചെയ്യാത്തെ? നമ്മളിത് ചെയ്യുന്ന ഡു ഫോമിലാ. ഫോമിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ST കട്ട് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഇവിടെ വേണ്ട. ഓക്കെ. സോ zing it was. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നമ്മുടെ സ്ട്രക്ചർ കറക്റ്റ് സെയിം സ്ട്രക്ചർ ആണ് നമ്മുടെ Z ഫോം വെച്ച് നോക്കുന്ന ടൈമിൽ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ വേണ്ട, സബ്ജക്റ്റ് ഇവിടെ വേണ്ട. ആൻഡ് ജസ്റ്റ് മറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിമൂവ് ഡു ആൻഡ് ST. നമ്മൾ ST നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തു. ആൻഡ് ഡു എന്നുള്ള സബ്ജക്റ്റും നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോമലി യൂസ് ചെയ്തതുപോലെ നമ്മൾ സബ്ജക്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. സോ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക്സ് അത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ it's 9. Guys, just a second. ഗൈസ് ഹോംവർക്ക്സ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡു ഫോമിലും Z ഫോമിലും കൊടുക്കുക കേട്ടോ. ഇംപെറാറ്റീവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 5 സെന്റൻസസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് പേര് ഡ്യൂട്ടി ഉള്ളവരാണ്, നിങ്ങൾക്ക് ടൈം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 5 സെന്റൻസസ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത വേർഡ്സ് അതിന്റെ അടുത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വേർബ്സ് ആണെങ്കിൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേർഡ്സ് ആണെങ്കിൽ വേർഡ്സും കറക്റ്റ് വിത്ത് സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഓക്കെ ഗൈസ്, ഫൈൻ. Okay, Yes. ഓക്കെ. നമുക്ക് ഇംപെറാറ്റീവ് ചെറിയൊരു സ്പീക്കിംഗ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. വെയിറ്റ്. Okay, is the screen visible? yes. Yes. Okay. So ഇവിടെ guys, now we are discussing Wegbeschreibung. Wegbeschreibung. അതായത് ഒരു വേ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കൊരു വഴി, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടുള്ള വഴി നമുക്ക് അറിയില്ല. സോ നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരൂല. ഗോ റൈറ്റ്, ദെൻ ലെഫ്റ്റ്, ദെൻ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ഇപ്പൊ നിങ്ങളൊക്കെ ജർമ്മനിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇംപെറാറ്റീവില് എക്സ്പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ. Okay. So here the directions are here. First one, left. For left of Deutsch es ist links. Links ആണ് കേട്ടോ. ലെഫ്റ്റിന് നമ്മൾ പറയാ. And for straight it's geradeaus. It's geradeaus. Straight. Then right it's rechts. Okay. റൈറ്റിന് നമ്മൾ പറയാ rechts ആണ് കേട്ടോ. Links, geradeaus und rechts. Okay.
ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് ഹിയർസ് എ പിക്ചർ ടെമ്പിൾ. കിർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഈ പിക്ചറിൽ വന്നിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? Clear. ഓക്കെ, സോ ഹിയർ ഇറ്റ്സ് കിർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേർച്ച് ആണ് കേട്ടോ. നമ്മുടെ ക്രിസ്ത്യൻ ചേർച്ചിനാണ് നമ്മൾ കിർഷ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് വെക്കാബുലറി വേണമെന്നുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക വെക്കാബുലറി. ഓക്കെ, ആൻഡ് ഹിയർ ബാനോഫ്, ഇവിടെ ബാനോഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാനോഫ് നമ്മുടെ സ്റ്റേഷൻ ആണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ടൈമിൽ വി യൂസ് ബാനോഫ്. നമ്മൾ ബാനോഫ് നിഷ്ടോയുടെ കൈൻ യൂസ് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? The next is hotel. Hotel is just hotel, restaurant, hotel എന്നൊക്കെ പറയുന്ന പോലെ തന്നെ hotel. Then here park. Park is you guys know that, familiar with park. It's just park. Then here Marktplatz. It's market. നമ്മൾ just market എന്ന് പറയില്ലേ, of Dutch as is Marktplatz. അതായത് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ജസ്റ്റ് ഒരു മീനിങ്. ഓക്കെ, then it's Rathaus. ഇവിടെ Rathaus എന്ന് കാണാൻ നിങ്ങൾക്ക്. Rathaus bedeutet സിറ്റി ഹാൾ എന്ന് പറയില്ലേ നമ്മള്. Rathaus is city hall. കറക്റ്റ് ആയിട്ട് മീനിങ് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Guys, just a second, I'll be back. Okay, and here last one is Hafenstrasse. Hafenstrasse എന്ന് പറയുന്ന ടൈമിൽ നമ്മളിപ്പോ നോർമലി സ്ട്രീറ്റ് ഹാർബർ സ്ട്രീറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഹാഫൻസ്ട്രാസ്, ഹാർബർ സ്ട്രീറ്റ് എന്നൊക്കെ പറയും. സ്ട്രാസ് ബിഡായിട്ടഡ് സ്ട്രീറ്റ് ആണ്. ഹാഫൻ സ്ട്രീറ്റ്, ഹാർബർ സ്ട്രീറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആർക്കെങ്കിലും ഏതെങ്കിലും മീനിങ്ങിൽ ഡൗട്ട് ഉണ്ടോ? Habenstrasse street, no ma'am? Sorry? Habenstrasse means street. No, it's Harbor Street. Harbor Street. Harbor Harbor street. And for strasses, strasse മാത്രം വന്നു കഴിഞ്ഞാല് സ്ട്രീറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ സ്ട്രീറ്റ്സ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈമിൽ സ്ട്രാസ് എന്ന് യൂസ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, സോ ഹിയർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Entschuldigung. Was bedeutet Entschuldigung? What's meant by Entschuldigung? Excuse me. Directions. Excuse me എന്താണ്? So excuse me. Wo ist der Park? Wo ist der Park? എന്തായിരിക്കും wo ist der Park? Where is the Where park? is the park? Yes. Where is the Where is the park? So ഇവിടെ എന്താ ചോദിക്കുന്നത്? Excuse me, where is the park? Okay. So ഇവിടെ റിപ്ലൈ ആയിട്ട് പറയുന്നത് നോക്കിയേ. Gehen Sie rechts unten geradeaus, da ist der Park. Gehen Sie rechts unten geradeaus, da ist der Park. ഇതിൽ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത വേർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡണ്ണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ആണ് കേട്ടോ. THEN, ദെൻ. നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ദെൻ തന്നെയാണ്.
പിന്നെ അതുപോലെ ഡാ ഇസ് ദ പാർക്ക് എന്നുള്ള ഡാ ദർ ആണ് കേട്ടോ. ദർ ഇസ് ദ പാർക്ക് എന്ന് പറയുന്നതാണ് ഡാ ഇസ് ദ പാർക്ക്. സോ gehen Sie recht unten geradeaus, da ist der Park. Go right and then straight, there is the park. Okay, go right and then straight, there is the park. Okay. So, ഇനി നമ്മള് ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് 2 ഡിറക്ഷൻസ് പറയാം. സോ ആ ഡിറക്ഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്? Gehen Sie recht unten geradeaus, da ist der Park, there is the park. ഇവിടെ done എന്നുള്ളത് നമ്മൾ and then straight എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് കേട്ടോ. unten geradeaus. Klar? Okay, clear. Okay, fine. Okay, so ഓക്കെ, ഇപ്പോ ചേർച്ച് എന്ന് പറയുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ വെക്കാബുലറി ഉണ്ടാവും. സോ ചേർച്ച് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പോയിട്ട് ദെൻ റൈറ്റ് പോയി കഴിഞ്ഞാലാണ് ചേർച്ച്. സോ യെസ്, ഷിബ, are you there? Yes. Yes, Dharma. Okay, Entschuldigung, wo ist die Kirche? Gehen Sie geradeaus Mhm. und Mhm. dann Mhm. rechts Yes, that's to this is der Park. Krish. yes, das ist die Kirche. Kirche ist Die family. Kirche. Yes, it's Die die Kirche. Kirche. Die Okay. Kirche. Okay, so good. And then ഒരു കോൺവെർസേഷൻ ആവുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ഇപ്പം അത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീലൻ ഡാങ്ക് എന്ന് പറയാം കേട്ടോ. ഫീലൻ ഡാങ്ക്, ഫീലൻ ഡാങ്ക്. ഇപ്പം ഡാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു ആണ് അല്ലെ. പക്ഷെ ഫീലൻ ഡാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. ഇപ്പം ഇംഗ്ലീഷിലായി കഴിയുന്ന ടൈമിൽ ഫീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി എന്നാണ്, താങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് ആണ്. സോ ഫീലൻ ഡാങ്ക്, ഇപ്പം നമ്മൾ മെനി താങ്ക്സ് എന്നുള്ള ലൈക്ക് ഒരുപാട് നന്ദി, ഇത് ചിന്തിക്കാം കേട്ടോ. ഇതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് ബെറ്റർ. നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആയിട്ട് ഒരാളെടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ യു ഗൈസ് ക്യാൻ യൂസ് ഫീലൻ ഡാങ്ക്. ഇറ്റ്സ് ഫീലൻ ഡാങ്ക്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഇപ്പം നിങ്ങളൊരു കോൺവെർസേഷനിലൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഒക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ യു ഗൈസ് ക്യാൻ സേ ഫീലൻ ഡാങ്ക്. ഓക്കെ, okay, so fill down Shiba. Next, it's Lichi, right? Yes, ma'am. Yeah, Lichi. Okay, Lichi, നമ്മുടെ ഹോട്ടൽ വന്നിട്ട് ഫസ്റ്റില് ലെഫ്റ്റ് പോയിട്ട് ദെൻ സ്ട്രെയിറ്റ്. ആദ്യം ലെഫ്റ്റ് പോവാ ദെൻ സ്ട്രെയിറ്റ്. ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ ഉള്ളത്. സോ ഇതെങ്ങനെ പറയും? Entschuldigung, wo ist das Hotel? മാം എന്റെ നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ പറയോ? ഓ ഷുവർ. നമ്മുടെ ഹോട്ടൽ എന്നുള്ളത് വരുന്ന ഫസ്റ്റിൽ നമ്മൾ റൈറ്റ് എടുത്തിട്ട് ദെൻ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലാണ് ഹോട്ടൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ? Okay. സോ ഇത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? Gehen Sie rechts und then straight. Gerude House. It's Gerardiaus. Gerude House. This is the this hotel. It's not das ist, it's da ist. Da ist bedeutet there is. Okay, da ist das Hotel. Hotel is neuter. Okay, so use das Hotel. Okay. Okay, ma'am. Okay, Liji, sehr gut. Vielen Dank. Next is Srilata. Okay, Srilata. നമ്മുടെ രാത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഹാൾ.
നമ്മുടെ രാത്ഹൗസ് വരുന്നത് ഫസ്റ്റില് സ്ട്രെയിറ്റ് പോയിട്ട് ദെൻ ലെഫ്റ്റ് ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ദെൻ ലെഫ്റ്റ് ആൻഡ് ദസ് രാത്ഹൗസ് ദസ് ആണ് കേട്ടോ ആർട്ടിക്കിൾ കൊടുക്കേണ്ട. സോ യാ Entschuldigung, wo ist das Rathaus? Gehensee, Hmm. right? Hmm. Then Gehensee. Gerada House. Okay, it's first The you have to east. take straight. First straight, then left. First straight പോവാ, then left. ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. Gehensee Geradiaus. Gehensee, Then Geradius. Hmm. Und then Gehensee, right? Und Geradius. no no The no. ഫസ്റ്റില് സ്ട്രെയിറ്റ് പോവാ. ഇവിടെ നോക്കിയേ, സ്ട്രെയിറ്റ് എന്നുള്ളത് ഗെറാഡിയസ് ആണ്. Then you have to take left. Left is links. Okay. okay. Gehensee, Geradius. Hmm. Und then Hmm. left. For And left, then? it's links of touch. For left, it's links. And then Hmm. Und dann links. left Say and the links ആണ് കേട്ടോ. ലെഫ്റ്റ് links ആണ്. links. and then links. Hmm. That is Hmm. Rathaus. Rathaus. Da ist das Rathaus. Rathaus. Okay, vielen Dank. Next is GRP Augustin. Yes, ma'am. ജിയ, നമ്മുടെ പാർക്ക് വരുന്നത് നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് പോയിട്ട് ദെൻ സ്ട്രെയിറ്റ്. ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക ദെൻ സ്ട്രെയിറ്റ്. ഇവിടെയാണ് നമ്മുടെ പാർക്ക് ഉള്ളത്. സോ യാ Entschuldigung, wo ist der Park? Gehensee links Hmm. und dann Geradius. Hmm. This is the park. Okay, it's not das ist, it's da ist. There is. Okay, Da so ist. da ist der Park. Okay, perfect. Yeah, vielen Dank. സോ ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ലൈക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, സ്ക്രീൻ താഴത്തോട്ടാക്കും, ലെഫ്റ്റ് റൈറ്റ് അതൊന്നും എഴുതി. ഓ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങോട്ട് വെയിറ്റ്, ഐ ഷെയർ നൗ. It's 904, right? Yeah. Okay. Okay, guys, clear? ma'am, 1 minute. Clear. Okay, it's okay. Take your time. Ma'am, It's fine. Yeah. What was the ma'am, doubt? this Hmm? yes, I have doubt. This not last നമ്മൾ പറയുമ്പോഴേ ഡെയർ എന്നാണ് യൂസ് ചെയ്യുന്നത്, ദസ് അല്ല. ഇവിടെയാണ് There is da is the yeah, park എന്നുള്ളത്. dare, Okay. dare, It's last there, last there, sentence. അത് നമ്മൾ എന്താണോ ജെൻഡർ, ഇപ്പൊ ഇവിടെ ഹോട്ടൽ വരികയാണെങ്കിൽ ഹോട്ടലിന്റെ ജെൻഡർ എന്താ? ഫെമിനിൻ ആണോ ന്യൂട്രൽ ആണോ അതോ? യെസ്, ഡസ് ആണ്. യെസ്, നോയിട്ര ആണ്. സോ ഡസ് ഹോട്ടൽ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ചേർച്ച്. അല്ല മാം, അതല്ല ഞാൻ ചോദിച്ചേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ ഉണ്ട് ദാൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡെയർ ഈസ്റ്റ് എന്നാണോ പറയുന്നത്, ദസ് ഈസ്റ്റ് എന്നാണോ പറയുന്നത്? ഡെയർ ഈസ്റ്റ് എന്നാണോ ദസ് ഈസ്റ്റ് എന്നാണോ? ഡാ ഈസ്റ്റ്. ഡാ ഇസ്റ്റ് ആണ്. ഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആണ് കേട്ടോ. THERE. നമ്മൾ ദർ എന്ന് പറയില്ല ഇംഗ്ലീഷില്. ഓക്കെ ആണ് വരുന്നത്. ഡാ. ഇതിൽ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത രണ്ട് വേർഡ്സ് ആണ്.
DANN then ആണ്, THEN then ആണ്, DA therum ആണ് കേട്ടോ. അത് രണ്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്കി വരുന്നത് ഇപ്പം നിങ്ങൾ ഈ നൗൺസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെർ യൂസ് ചെയ്യുന്നത് അതിന്റെ ജെൻഡറിന്റെ ബേസിലാണ് കേട്ടോ. ഫെമിനിൻ ആണെങ്കിൽ ഡി യൂസ് ചെയ്യുക, മെസ്കുലിൻ ആണെങ്കിൽ ഡെർ യൂസ് ചെയ്യുക. ഫോർ നോയിട്രം യു ക്യാൻ യൂസ് ഡസ്. ഓക്കെ Okay. ഓക്കെ. നോട്ട്സ് എഴുതാൻ ടൈം വേണോ നിങ്ങൾക്ക്, ഓർ കംപ്ലീറ്റ് ആയോ? Complete. Okay, if anyone is not done, please say so. Okay, guys. So, yeah. സോ നമ്മൾ ജസ്റ്റ് ഒരു സ്പീക്കിംഗ് നോക്കിയതാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ഇമ്പറാറ്റീവ് നിങ്ങൾക്ക് സംസാരത്തിൽ സ്പീക്കിങ്ങിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഇതുപോലെ തന്നെ അഡ്വൈസ് കൊടുക്കുന്ന ടൈമിൽ ഇത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ നോക്കിയതാ. അഡ്വൈസ് കൊടുക്കുന്ന ടൈമിലെല്ലാം നമ്മൾ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ഇതിപ്പോ നമ്മൾ സി ഫോമിലാണ് എക്സ്പ്രസ് ചെയ്തത്. ഇത് ദു ഫോമിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടാവുക? ഇസ് ദാറ്റ് ഗെഹൻ സി ഓർഡർ ജസ്റ്റ് Great. ഗെഹ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. Yes. Yes. ഓക്കെ ഫൈൻ. ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രാമർ പോർഷൻസ് വൺ ഡേ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലേ? ഓക്കെ, ഇതിലധികം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല. ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വരുന്നത്. ഓക്കെ ഗൈസ്, ഈ ഒരു ടേബിൾ വന്നിട്ട് നമ്മള് ഇപ്പൊ നിങ്ങള് ഡേയ്സ് എല്ലാം പറയുന്ന ടൈമിൽ നോർമലി ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ തേഴ്സ്ഡേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം ഓൺ എന്നുള്ള ഈ ഒരു പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഡേയ്സിന്റെ കൂടെ യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ നോക്കുക. നമുക്ക് ഫസ്റ്റില് ഇംഗ്ലീഷിൽ എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. സോ ഇങ്ങനെ നമ്മൾ പറയും. ഇനിയിപ്പോ അത് മന്ത്സ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ വെച്ച് ഇൻ മാർച്ച്, ഇൻ ജാനുവരി ഇങ്ങനെ നമ്മൾ പറയും. അതുപോലെ തന്നെ ഇപ്പം ടൈം പറയുന്ന ടൈമിൽ അറ്റ് 6 o'clock, അറ്റ് 7 o'clock. അതുപോലെ മന്ത്സ് പറയുന്ന ടൈമിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഡേറ്റ്സ് കൂട്ടിയിട്ട് പറയുന്ന ടൈമിൽ ഓൺ 5th January, ഇപ്പൊ ബർത്ത്ഡേ എന്നാന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഓൺ 15th March, ഓൺ 5th January ഇങ്ങനെ പറയും നമ്മൾ. ഓക്കെ, സോ നമ്മൾ മന്ത്സ്, ഡേയ്സ്, ഇയേഴ്സ്, ടൈം ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രപ്പോസിഷൻസ് ഉണ്ടാവും. ഓൺ, ഇൻ, അറ്റ്, ഫ്രം ഇങ്ങനെയല്ല. ഓക്കെ, സോ ഇത് ജർമ്മനിൽ വരുന്ന ടൈമിൽ നമ്മൾ മന്ത്സിന്റെ കൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, അതുപോലെ തന്നെ ഡേയ്സിന്റെ കൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, വിത്ത് ടൈംസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഹിയർ first column is the preposition of Deutsch and second column is the Beispiel. Was bedeutet Beispiel? Example. Yes, zum Beispiel, for example, here just Beispiel. Okay, example. Okay, then English. Third column is for English. Englishല് എങ്ങനെയാണ് ഇതിന്റെ മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് തേർഡ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടേബിൾ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോ E2 ആയാലും B1 ആയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്ന ടൈമിൽ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് വൺ പ്ലസ് വീക്ക് ഡേ ഓർ വീക്കെൻഡ്. അതായത് നിങ്ങള് മൺഡേ, സൺഡേ, ഡേയ്സ്, അതുപോലെ വീക്കെൻഡ് ഇതൊക്കെ പറയുന്ന ടൈമില് അമ്മാന്ന് ആഡ് ചെയ്യുക. ഓക്കെ, സോ Montag, Dienstag, Samstag, Sonntag und so weiter. So auf English is es on Monday, on Tuesday, on Wednesday, or for weekends it's in the weekend. In the weekend എന്നൊക്കെ പറയുന്ന ടൈമിൽ Wochenende. വീക്കെൻഡ് എന്നുള്ളതിന് ഓഫ് Deutsch es ist Wochenende. Wochenende ആണ് കേട്ടോ. സോ Wochenende എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, is that clear? ഇവിടെ നമ്മൾ എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മള് ഡേയ്സ്, മന്ത്സ്, ടൈംസ് ഇതിന്റെ കൂടെ ഫിക്സ് ചെയ്ത് വരുന്ന പ്രപ്പോസിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. നമ്മള് ഇൻ ജാനുവരി, ഇൻ ഫെബ്രുവരി ഇങ്ങനെയൊക്കെ പറയില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു മന്ത്സ് പറയുന്ന ടൈമിൽ ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച് എന്നൊക്കെ പറയും. സോ ആ ഒരു ടൈമില് മന്ത്സിന്റെ കൂടെ നമ്മൾ ജർമ്മനില് ആണ് കേട്ടോ പറയാ. ഇം ജാനുവാർ, ഇം ഫെബ്രുവാർ, ഇം മാർച്ച് ഇങ്ങനെയാ പറയാം. സോ
ഇമ്മാന്ന് പറയാം. ഓക്കെ, ദെൻ ടൈം, തേർഡ് വൺ വന്നിട്ട് ടൈം ആണ്. ഇപ്പൊ നമുക്ക് at 5 o'clock, at 6 o'clock, at 7 o'clock ഇതൊക്കെ പറയുന്ന ടൈമിൽ we use before time. 5 Uhr, 7 Uhr, 6 Uhr und so weiter. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, അമ്മാന്ന് ഡേറ്റിന്റെ കൂടെ, അതായത് വിത്ത് ഡേറ്റ് വരുന്ന ടൈമിൽ, ഇവിടെ നമ്മൾ മന്ത്സ് ആണ് പറഞ്ഞത്. ഇപ്പം വിത്ത് ഡേറ്റ്സ്, ഇപ്പം നമ്മൾ ബർത്ത്ഡേസ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ നമ്മൾ ഡേയ്സും മന്ത്സും പറയില്ലേ, ആ ഒരു ടൈമിൽ അമ്മ യൂസ് ചെയ്യുക കേട്ടോ. പ്ലസ് ഡേറ്റ്സ്, ഇറ്റ്സ് ലൈക്ക് zum Beispiel am 10. Januar, am 5. Februar, am 5. März und so weiter. Okay, so on 10 January, on 5 February, ഇതെല്ലാം നമ്മൾ ഓൺ എല്ലാം ചേർത്ത് പറയുന്ന ടൈമിൽ you guys can use before date. Okay, yes. Then next is year, യാരൻ, അതായത് നമ്മൾ ഇപ്പം ഇയേഴ്സ് പറയും. Okay, so നമ്മൾ in 2020, in 2000, അപ്പം കോവിഡ് in 2019 ആയിരുന്നു അല്ലെ. സോ അതൊക്കെ പറയുന്ന ടൈമിൽ നമ്മൾ ഇന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള നമ്മുടെ ഇന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ജർമ്മനിലും നമ്മൾ സെയിം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ പറയാ. സോ ജർമ്മനിൽ എങ്ങനെയായിരിക്കും? ജർമ്മനിൽ ഇതൊന്ന് വായിച്ചേ, 2020 ഒന്ന് പറഞ്ഞു നോക്കിയേ. In 2000. 2026. യെസ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ ടൈം ഓഫ് ദ ഡേ, ടൈം ഓഫ് ദ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മോർണിംഗ്, ഈവനിങ്, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ചിട്ടില്ലായിരുന്നു, മോർഗൻ, ആബൻ, നാക്മിറ്റാഗ്, ഫോമിറ്റാഗ്, ഇതെല്ലാം. സോ ഇതിനെയാണ് ടൈം ഓഫ് ദ ഡേ എന്ന് പറയുന്നത്, മോർണിംഗ്, ഈവനിങ്, ഇതെല്ലാം യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുക കേട്ടോ. അതിന് മുൻപായിട്ട് ഇപ്പം മോർഗൻ, ആബൻഡ്, നാക്മിറ്റാഗ് ഇതെല്ലാം യൂസ് ചെയ്യുക. ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ വരുന്നുണ്ട്, അത് നൈറ്റിനാണ്. നൈറ്റ് പറയുന്ന ടൈമിൽ മാത്രം നമ്മൾ ഇൻ ഡർ നാക്ട് എന്നാണ് പറയുക. ഇത് ജെൻഡർ ആണ്. സോ ഇൻ ഡർ നാക്ട്, അറ്റ് നൈറ്റ് എന്നാണ്. അത് ഇൻ ഡർ നാക്ട്, നൈറ്റിന് മാത്രമുള്ള എക്സെപ്ഷൻ ആണ്. അത് ഇന്നാണ് കേട്ടോ, നമ്മൾ മുൻപ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നമ്മള് ഫോൺ ബസ്, ഇത് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മള് ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്, ഫ്രം മോർണിംഗ് ടിൽ ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയില്ലേ. ഈ ഒരു ടൈമിൽ യു ഗൈസ് ക്യാൻ യൂസ് ഫോർ മോർഗൻ ബിസ് ആബൻ, ഫോർ മോൺടാഗ് ബിസ് ഫ്രൈഡാഗ്, ദാറ്റ് ഈസ് ഫ്രം മൺഡേ ടിൽ ഫ്രൈഡേ. ഓക്കെ, അപ്പൊ ഇത് മുതൽ ഇതുവരെ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഫ്രം മൺഡേ ടിൽ ഫ്രൈഡേ, ഫോർ മോൺടാഗ് ബിസ് ഫ്രൈഡാഗ്, ഫോർ മോൺടാഗ് ബിസ് സാംസ്റ്റാഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ലാസ്റ്റ് വൺ അബ് ആണ്. അബ് മീൻസ് നമ്മൾ ഓൺവേർഡ്സ് ഒക്കെ പറയുന്ന ടൈമിൽ, ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുന്ന ടൈമിൽ ഫ്രം 10 AM ഓൺവേർഡ്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് പറയുന്ന ടൈമിൽ എക്സ്പ്രസ് ചെയ്യുക അബ് സെയിൻ ഉവർ, അതായത് അബ് ആണ് കേട്ടോ. അപ്പൊ യൂസ് ചെയ്യുക AB, ഇറ്റ്സ് അബ്. സോ ഫ്രം സെയിൻ സോ War. 10 over. ഓക്കെ, സോ അബ് ഓൺവേർഡ്. സോ നമ്മൾ അബ് സെയിൻ ഉവർ, അബ് യാനുവർ, അബ് മോൺടാഗ് ഇതെല്ലാം നമുക്ക് മന്ത്സിന്റെ കൂടെയും അതുപോലെ തന്നെ ഡേറ്റ്സിന്റെ കൂടെയും ഡേയ്സിന്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? Yes, no. ഇതിൽ സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല. നമ്മളിപ്പം ആ ഒരു സാധനം ഇപ്പം ജാനുവരി എന്നുള്ളത് നിങ്ങൾ സെന്റൻസിൽ എവിടെയാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രപ്പോസിഷൻ കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ഫിക്സ് ആയിട്ട് വരുന്നതാ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമ്മൾ മന്ത്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്യുക. ഇപ്പം ടൈമിന്റെ കൂടെ പറയുന്ന ടൈമിൽ എന്നുള്ളത് പറയാം. ദെൻ ഫോർ ഡേയ്സ്, ഡേറ്റ്, ഇറ്റ്സ് അതുപോലെ ഇയർ ആവുന്ന ടൈമിൽ ഇൻ. സോ ഇത് നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ ഇത് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കേട്ടോ. Okay. Yeah. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു കാര്യം കൂടി മാത്രമേ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ.
ഓക്കെ ഗൈസ്, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു കാര്യം, ദാറ്റ് ഈസ് ഓർഡിനൽ നമ്പേഴ്സ്. നമ്മളിപ്പോ ഡേറ്റ്സ്, ഇപ്പൊ നമ്മൾ ഡേറ്റ്സ് എല്ലാം പറയുന്ന ടൈമിൽ ഇംഗ്ലീഷിൽ നമ്മളിപ്പോ 10 ജാനുവരി എന്നുള്ളത് നമ്മൾ 10th ജാനുവരി എന്ന് പറയില്ലേ. അതുപോലെ ഇപ്പോ ഫസ്റ്റ് മാർച്ച്, ഇറ്റ്സ് ഫസ്റ്റ് മാർച്ച്. നമ്മൾ 1 എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അത് ഫസ്റ്റ് എന്നായി മാറുന്ന ടൈമിൽ എങ്ങനെ പറയും? ടു നമുക്കറിയാം, സെക്കൻഡ്, തേർഡ് നമുക്കറിയാം. അത് നമ്മൾ ഓർഡിനൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ അതെങ്ങനെ പറയും? 3 നമുക്കറിയാം, തേർഡ് ആകുന്ന ടൈമിൽ അതെങ്ങനെ പറയും? സോ ഇങ്ങനെ ഓർഡിനൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഇപ്പൊ ഫസ്റ്റ് ഇറ്റ്സ് സ്റ്റേ. ഇത് സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് തന്നെ ഈ ഒരു ടേബിൾ കാണുന്ന ടൈമിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് Erster, second Zweiter, third Dritter, fourth Vierter, fifth Fünfter, sixth Sechster, seventh എന്തായിരിക്കും? Siebte, Eighth, Siebte, Achte, achte, Neunte, 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 zehnte, 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 elfte, 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 20. Ein- 20. 31. 31. Yes, that. 30. അതായത് ഇത്രയും ഇത് വന്നിട്ട് നമ്മൾ 10th, 11th, 12th, 13th ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ജസ്റ്റ് ആ ഒരു നമ്പർ എൻഡിങ്സ് ലൈക്ക് 31, 20, 11, 10, 9. ഇതില് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് വൺ നോക്കുക. നമ്മള് 1-ന് എന്താ പഠിച്ചത്? ein, ein, ഐനാണ്, പക്ഷെ ഇത് നോക്കിയ ഏസ്റ്റ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ 2-ന് എന്താ പഠിച്ചത്? സ്വൈ ആണ്, പക്ഷെ ഇത് സ്വൈറ്റ ആണ്. തേർഡ് ദ്രിറ്റ ആണ്. ഇതെല്ലാം Dritte. ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ ഫസ്റ്റ് വണ്ണ് മാത്രം ഏസ്റ്റ ആണ് കേട്ടോ. ഏസ്റ്റെ ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന ടൈമിൽ ഏസ്റ്റ്. ഓക്കെ, 20. ഇനി നമ്മളിത് പഠിച്ച് നമ്മൾ മെയിൻലി ഇത് യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ഡേറ്റ്സ് ഒക്കെ പറയുന്ന ടൈമിലാണ്. അതായത് ഇത് നോക്കിയേ, ഓൺ 1st മെയ്, ഇപ്പൊ ഏതെങ്കിലും ഡേറ്റ്സ് വിത്ത് മന്ത്സ് പറയുന്ന ടൈമിൽ ഓൺ 1st മെയ് ഒക്കെ പറയുന്ന ടൈമിൽ am 1. Mai, on 13th January, am 12. Januar. Sorry, here just there's a mistake. Okay, നമ്മൾ 13 എന്താ പറയാ? 30. Okay, No, no, no. Dreizehn. Drei und Drei 13. 13. Sorry, 13. Yes, it's Dreizehn. Dreizehn. Dreizehn 10 എന്ന് യൂസ് ചെയ്യുക. സോ ഇത് എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക്. ആൻഡ് ഓൺ 3rd March നോക്കിയേ, Dritte, yes, am Drei- Dritten March. Drittmars. Dritte. Dritten. നമ്മള് ഇത് ഇങ്ങനെ മന്ത്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ എൻഡിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് നോക്കിയേ, Ersten, 12, Dritten, ഇവിടെ 12 ആക്കുക കേട്ടോ. സോ Dritten, ഈ ഒരു 10 ഇവിടെ നമ്മൾ ജസ്റ്റ് ഓർഡിനൽ നമ്പേഴ്സ് പഠിച്ച ടൈമിൽ Vierte, Fünfte എന്നാ വരുന്നത്. പക്ഷെ ഇത് മനസ്സിലോട്ട് വരുന്ന ടൈമിൽ 15, അതുപോലെ Dritten, Zweiten, Ersten ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ ഗൈസ്, ഫൈൻ. ഇതെല്ലാം മെയിൻലി യൂസ് ചെയ്യുക ഇത്രയും ഡേയ്സ്, മന്ത്സ്, ടൈംസ് ഇതെല്ലാം യൂസ് ചെയ്യേണ്ടി വരുമ്പോ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, സോ നിങ്ങളുടെ ഗ്രൂപ്പ് ഞാൻ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കേണ്ട, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഡിക്ഷണറി നോക്കിയിട്ട് വൊക്കാബുലറി നോക്കുന്നത് പറഞ്ഞിട്ടായിരുന്നു. ഒന്നുകൂടി എനിക്കൊന്ന് പറഞ്ഞു. Sorry, please repeat. It's not audible. ഡിക്ഷണറി നോക്കിയിട്ട് വൊക്കാബുലറി നോക്കുമല്ലോ. Yeah. ഡിക്ഷണറി നോക്കിയിട്ട് നമുക്ക് വൊക്കാബുലറി നോക്കാം. Dict.cc കയ്യിലുണ്ടോ ആപ്പ്? എനിക്കത് പറ്റുന്നില്ല നന്നായിട്ട് നോക്കാനായിട്ട്. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ഒന്ന് ലൗഡ് ആയിട്ട് പറഞ്ഞേ. ശ്രീലത, റൈറ്റ്? യാ, യെസ്, നൗ ഇറ്റ്സ് ഓഡിബിൾ. ഓക്കെ, ഡിക്ഷണറി ഓപ്പൺ ചെയ്ത് നോക്കിയേ. അതില്
ഓട്ടോമാറ്റിക്കലി ജർമ്മൻ ലാംഗ്വേജ് അല്ലേ വന്നേ? ഇതില് ഉം. നമ്മളിപ്പോ ഒരു വേർഡ് അടിക്കുവാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു വേർഡ് പറഞ്ഞേ, എന്തെങ്കിലും ഒരു വേർഡ്. ഓക്കെ, ഇറ്റ്സ് ആപ്പിൾ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആപ്പിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ആപ്പിൾ സെർച്ച് ചെയ്തു. ഓക്കെ, അതില് APPLE ഇത് നമ്മൾ ഏത് ആപ്പിളാ സെർച്ച് ചെയ്യുന്നത്? ഇംഗ്ലീഷിലുള്ള ആപ്പിൾ അല്ലേ നമ്മൾ സെർച്ച് ചെയ്യുന്നത്? അതെ. അപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗില് കറക്റ്റ് നമ്മുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് വരുന്നത് ടാപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ ആപ്പിൾ എന്നുള്ളത് വേർബ് ആണോ നൗൺ ആണോ? നൗൺ ആണ്. ആപ്പിൾ വാച്ച് ഒക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, വേർഡ് എന്നുള്ളത് നൗണ്. ആപ്പിൾ നമ്മൾ നോക്കുന്ന ആപ്പിൾ ഒരു നൗൺ ആണ്. നമ്മൾ നോക്കുന്നത് ഫ്രൂട്ട് ആയിട്ടുള്ള ആപ്പിൾ ആണ്, ആപ്പിൾ വാച്ച് അല്ല. സോ നമുക്ക് ആപ്പിൾ വാച്ച് വേണ്ട. ശ്രീലത ഒരു കാര്യം ചെയ്യുക, എന്റെ കോണ്ടാക്റ്റിലേക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പം എന്താണ് സെർച്ച് ചെയ്തപ്പോ കിട്ടിയ ഒരു പേജ് ഒന്ന് ഷെയർ ചെയ്തേ. വെയിറ്റ്, മറ്റാർക്കെങ്കിലും ഡിക്ഷണറിയിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ചെയ്യണമെന്നുള്ളവര് നോക്കാം കേട്ടോ. ജിയ, ലിച്ചി, ഷീബ ഓക്കെ ആണല്ലോ അല്ലേ? So, yes, Srilata, please share. Yes, it's my contact number which ends with 68. Srilata? Yes, ma'am. Share ആവുന്നില്ല. Okay. Is there any network ചെയ്താൽ മതിയോ മാം? Oh, sorry. ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എവിടെ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി. ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാ. ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തോളൂ എന്നാ. ആൻഡ് ഫോർ അതേഴ്സ്, നിങ്ങൾ വെക്കാബുലറി പഠിക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ടെൽക്കിന്റെ ആ ഒരു ചാർട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഷെയർ ചെയ്തു മാം. ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ശ്രീലത, ഇത് ടൈപ്പ് ചെയ്ത ടൈമില് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ് തന്നെയാണോ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്ന് ബാക്കിലോട്ട് ടൈപ്പ്, ഒന്ന് ബാക്കിലോട്ട് പേജ് ബാക്കിലോട്ട് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത്. ഇറ്റ്സ് ജസ്റ്റ് ആപ്പിൾ വാച്ച്. എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട്, ടൈപ്പ് ചെയ്തിട്ട് ഏതാണോ ടാപ്പ് ചെയ്യുന്നത് അതൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചേ. മാം വ്യൂ എടുത്താൽ ചിലപ്പോ കിട്ടുമായിരിക്കും. സോറി, വ്യൂ എന്ന് എഴുതിയിട്ടില്ലേ സൈഡില്, അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുമായിരിക്കും. യാ ശ്രീലത, ട്രൈ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഫോർ അതേഴ്സ് മാം ഇത് ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗിന് പകരം ജർമ്മന്റെ ഫ്ലാഗ് ടൈപ്പ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ആപ്പിൾ വാച്ച് വന്നിരിക്കുന്നത്. Okay, yes, that's what
ഫസ്റ്റിൽ വന്നിട്ടുള്ള ടാബ് ഒന്ന് ഷെയർ ചെയ്തേ ശ്രീലത. ടൈപ്പ് ചെയ്യുന്നത് മാം ഇത് എനിക്ക് സ്ക്രീൻഷോട്ടിന് പറ്റുന്നില്ല. ടൈപ്പ് Okay. ചെയ്തിട്ട് വരുന്ന ഫ്ലാഗ് വരുന്നതില്ലേ, ആ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് ക്ലാസ് ഇപ്പൊ കേൾക്കുന്നത് കൊണ്ടാണോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത? ഓർ ഓക്കെ ശ്രീലത, വ്യൂ മേ ബി ഫ്ലാഗ് റോങ് ആയിട്ട് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് നമ്മൾ നോർമലി. സ്ക്രീൻഷോട്ട് എടുത്തു മാം, ഒരു സെക്കൻഡ്. Okay, fine. Guys, it's 9:02, so for others can leave. നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ഹോംവർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. സോ ഇഫ് യു വാണ്ട് യു ഗൈസ് കൻ ഡു. Okay. Yeah, choose guys. Bispal. Srilata, stay here. Ma- സെൻഡ് ചെയ്തു മാം. Let me check. ഓക്കെ, ഇതില് ഏതാ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ അല്ലേ? ഫസ്റ്റ് വൺ നമ്മുടെ ജർമ്മൻ ഫ്ലാഗ് ആണ് കേട്ടോ. ബ്ലാക്ക് റെഡ്, അത് നമ്മൾ ജർമ്മനിയുടെ ഫ്ലാഗ് ആണ്. സെക്കൻഡ് വണ്ണ് നോക്കിയേ, സെക്കൻഡ് വണ്ണ് സെലക്ട് ചെയ്ത് നോക്കിയേ. സെക്കൻഡ് വൺ ആണ് സെർച്ച് ചെയ്യേണ്ടത് അല്ലേ? യെസ്, സെക്കൻഡ് വൺ ആണ് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ്. അതായത് നമ്മൾ ഇംഗ്ലീഷിലാണ് ഒരു വേർഡ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഇംഗ്ലീഷ് ആ ഒരു ഇംഗ്ലണ്ട് ഫ്ലാഗിൽ സെർച്ച് ചെയ്യുക. ജർമ്മൻ ടു ഇംഗ്ലീഷ് ആണ്. അതായത് ഒരു ജർമ്മൻ വേർഡ് ഇപ്പൊ എന്തെങ്കിലും യുപുങ്, ഹൗസ് ഓഫ് കാർബൺ, ഇതിന്റെ ഒക്കെ മീനിങ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ജർമ്മൻ വേർഡ് ആയിരിക്കും ടൈപ്പ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ജർമ്മൻ ഫ്ലാഗിൽ ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വന്നു, ആപ്പിൾ എന്ന് വന്നപ്പോഴത്തേക്കും ആപ്പിൾ യെസ്, ആപ്പിൾ. അങ്ങനെ വന്നു. ആപ്പിളിന്റെ ബ്രാക്കറ്റ് എന്താ കാണുന്നത്? ഒരു ലെറ്റർ ഉണ്ടാവും ആപ്പിളിന്റെ ബ്രാക്കറ്റിൽ. അത് ആപ്പിളിന്റെ എം ഫസ്റ്റ് കാണുന്ന ഇവിടെ എം. ആ ഒരു എം എന്ന് പറയുന്ന ടൈമിൽ എന്തായിരിക്കും ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? മെസ്കുലിൻ ആവോ, ന്യൂട്രം ആവോ, അതോ ഫെമിനിൻ ആയിരിക്കും? മസ്കുലിൻ. യെസ്, മെസ്കുലിൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ജെൻഡർ നോക്കുക കേട്ടോ. അതായത് ഇപ്പൊ ഡിക്ടോഡ്സീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മെസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്നുള്ളത് നൗൺസിനാണല്ലോ നമുക്ക് ജെൻഡേഴ്സ് ഉണ്ടാവുക. സോ അത് ഈ രീതിയിലാണ് നോക്കുക. ഓക്കെ, ഇനി ഇപ്പൊ വേർബ്സ് ആയിട്ടുള്ള ടു ഗോ, ടു കം, ഇങ്ങനെയുള്ള വേർബ്സ് എല്ലാം നോക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ വരുന്ന വേർഡ് എടുക്കുക കേട്ടോ. ഓക്കെ, അതില് ബ്രാക്കറ്റില് പാസ്റ്റ് പ്രസന്റ് എന്നൊക്കെ ഉണ്ടാവും. നൗണില് ഫസ്റ്റില് വരുന്ന വേർഡ്. യെസ്, നൗണില് ഫസ്റ്റിൽ വരുന്ന വേർഡ് എടുക്കുക. വേർബ് വരുന്ന ടൈമിൽ പ്രസന്റ്, പാസ്റ്റ് എന്നൊക്കെ ബ്രാക്കറ്റിൽ ഉണ്ടാവും. അതിൽ തന്നെ പ്രസന്റിൽ ഫസ്റ്റ് വരുന്ന വേർഡ്. ആ നൗൺസും നിങ്ങൾക്ക് നമ്മുടെ റിവേഴ്സോ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കേട്ടോ. റിവേഴ്സോ പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക്? ഇല്ല. ജിയ പറഞ്ഞ ഇതാണോ? യൂസ് ചെയ്ത. ഓക്കെ, ശ്രീലത, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളെ ഗ്രൂപ്പിലെ റിവേഴ്സോ എന്ന് പറഞ്ഞിട്ട് ഒരു വെയിറ്റ്, എനിക്ക് ഇടയ്ക്ക് ഇത് കട്ടാവും മാഡം, ഓക്കെ. നെറ്റ് കട്ടാവും. ഇപ്പൊ ഇൻ കേസ് നെറ്റ് കട്ട് ആവുകയാണെങ്കിൽ റെക്കോർഡിങ്സ് കിട്ടുമല്ലോ. സോ റെക്കോർഡിങ്സ് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ അപ്പൊ മതി. റെക്കോർഡിങ് ഇതാവാനായിട്ട് വേറെ റെക്കോർഡിങ് നിങ്ങൾ നോർമലി എന്താ ചെയ്യാറുള്ളത്? ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്യുക, അവര് പ്രൊവൈഡ് ചെയ്യും. ഓർ അവര് പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് റെക്കോർഡിങ്സ് അവൈലബിൾ ആവുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, സോ യെസ്, ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് കണ്ടോ? റിവേഴ്സോ എന്ന് പറഞ്ഞിട്ട്. ശ്രീലത, ഓക്കെ, ആ ലിങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. അതിൽ ടാപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതിയോ? ടൈപ്പ് ചെയ്ത് നോക്കാം. പക്ഷെ ടൈപ്പ് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഒരിക്കലും
ഓക്കെ, ഞാൻ ഈ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാത്തതിന്റെ റീസൺ, ഒരിക്കലും സെന്റൻസസ് ഒന്നും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത് കേട്ടോ. ഈ ഒരു പഠിക്കുന്ന ടൈമിൽ, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ. ഓക്കെ, അപ്പം ഇത് എന്താ നിങ്ങൾ മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല മാം. ഓക്കെ, ഇതിൽ ട്രാൻസ്ലേഷൻ കണ്ടോ മുകളില്? ആ അതിൽ പോയി കഴിഞ്ഞാൽ കോൺജുഗേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ കണ്ടു. ഓക്കെ, ഇനി അതിന്റെ തൊട്ടടുത്തുള്ള ലാംഗ്വേജ്, അവിടെ ജർമ്മന്റെ ഫ്ലാഗ് ആണോ ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് ആണോ, ഇനി എന്താണ് അവിടെ കിടക്കുന്നത് എന്നുള്ളത് നോക്കിയേ. കോൺജുഗേഷന്റെ തൊട്ടടുത്ത് ഒരു ഐ തിങ്ക് ഒരു സർക്കിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഓപ്പൺ ചെയ്തു. അവിടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആയിട്ടാണ് ഫോണിൽ വന്നിരിക്കുന്നത്? അവിടെ ജർമ്മൻ ഫ്ലാഗ് ആണോ അതോ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അത് ജർമ്മൻ ആക്കുക. ജർമ്മൻ ആക്കുന്ന ടൈമിൽ നമ്മുടെ ജർമ്മനിയുടെ ഫ്ലാഗ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ജർമ്മൻ ആക്കുക. ജർമ്മൻ ആക്കി. ഓക്കെ, ഇനി വേർബ് നമ്മൾ പറഞ്ഞു. നമുക്ക് dict.cc നോക്കിയിട്ടും അതുപോലെ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു ട്രാൻസ്ലേഷൻ നോക്കിയിട്ടും വേർബിന്റെ ജർമ്മൻ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ കോൺജുഗേഷൻ, ഇപ്പൊ നമുക്ക് എല്ലാ വേർബ്സിന്റെയും കോൺജുഗേഷൻ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ഇറഗുലർ വേർബ്സിന്റെ കോൺജുഗേഷൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ന്യൂ വേർബ്സ് വരുന്ന ടൈമിൽ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിൽ സെർച്ച് ചെയ്യുക. ഇതിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഏത് വേർബിന്റെയും കോൺജുഗേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഇതിൽ ഗഹൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഗഹൻ, GEHEN, ഗഹൻ, ടു ഗോ. ഓക്കെ ഓക്കെ, സോ ഇപ്പോ ഇൻഡിഗാറ്റീവ് പ്രാസൻസ്, ഇൻഡിഗാറ്റീവ് പ്രറ്റേറിറ്റും, ഇൻഡിഗാറ്റീവ് ഫുതൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹെഡിങ്സ് കാണാം. അതിൽ ഇൻഡിഗാറ്റീവ് പ്രാസൻസ് എടുക്കുക. ഓപ്പൺ, പക്ഷെ ഇതില് എനിക്കിത് ഓപ്പൺ ദ ബാക്ക്ഗ്രൗണ്ട്, ഓപ്പൺ ഇൻ ന്യൂ. ഓക്കെ ഗേഹൻ ഗോ. Ich gehe, du gehst, sie es geht എന്ന് പറഞ്ഞിട്ട് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കോൺജുഗേഷൻ ഉണ്ടാവും. Ich gehe, du gehst. Yes, that's. Okay. സോ ഇങ്ങനെ ഏതൊരു വേർബിന്റെ കോൺജുഗേഷനും ഈ റിവേഴ്സ് വെച്ചിട്ട് നോക്കാം കേട്ടോ. മീനിങ് dict.cc വെച്ച് നോക്കുക. ഇനിയിപ്പോ അതിന്റെ കോൺജുഗേഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത് വെച്ച് നോക്കുക. ഇതിൽ കോൺജുഗേഷൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വേർഡിന്റെ സിനണിം കാണാനൊക്കെ പറ്റും. നമ്മൾ ആ ഒരു ട്രാൻസ്ലേഷൻ ടാപ്പ് ചെയ്തിട്ടുള്ള അത് സിനണിമിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, സോ ജർമ്മൻ റിലേറ്റഡ്, ഒരു വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുവിധം കാര്യങ്ങളെല്ലാം ഈ റിവേഴ്സ് ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അല്ലാണ്ട് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് dict.cc യൂസ് ചെയ്യുക, കോൺജുഗേഷൻ നോക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് യൂസ് ചെയ്യുക. ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, സോ ഹിയർ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹോംവർക്ക്സ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ റേഞ്ച് ഇഷ്യൂ വരുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, cheers, bis bald. ഓക്കെ മാം, ജ്യൂസ്. Ja.